നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂലൈ മാസം 13-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 29-ാം തീയതി ഞായറാഴ്ച. ഇന്ന് അവിട്ടം നക്ഷത്രമാണ്. അപ്പോൾ അവിട്ട നക്ഷത്രം ശുഭ നക്ഷത്രമാണ്, ശുഭദിനവുമാണ്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണെന്ന്. ഇപ്പോൾ ശുഭകാര്യം എന്ന് പറയുമ്പോൾ ആൾക്കാർ ഏറ്റവും കൂടുതൽ അവധി ദിവസം വീട്ടിൽ നിൽക്കുകയും അതുപോലെ കുടുംബസമേതം ചെലവഴിക്കുകയും ചെയ്യുന്ന സമയമാണ് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച. ഇപ്പോൾ കുടുംബം ഇമ്പം ഇല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നിട്ട് കാര്യമില്ലാതെ ആവും. അപ്പോൾ ഇമ്പം ഉണ്ടാവുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നറിയുക. ഇന്ന് വളരെ സന്തോഷപ്രദമായി എല്ലാ പേർക്കും ഇരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായി കൊണ്ടുപോകാനും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ഫലവത്തായി വരിക, ഐക്യത്തോടു കൂടി സമാധാനത്തോടു കൂടി സന്തോഷത്തോടെ ഇരിക്കാനും ഇടവരുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. അപ്പോൾ ആ ദിവസത്തെ മാക്സിമം വിനിയോഗിക്കുക. അതുപോലെ മിഥുന മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അത് അവിട്ട നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ സൂര്യൻ പ്രകാശമാണ്, എല്ലാം ഇരുട്ടിനെ അകറ്റി പ്രകാശത്തെ പ്രദാനം ചെയ്തു തരും. അപ്പോൾ വിഷമത്തെ എല്ലാം മാറ്റി നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നു. ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കിട്ടും. മറ്റ് ബാധ്യതകളാൽ പല കഷ്ടതയെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിന് പരിഹാരമാവുകയാണ്. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടാവാൻ പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഒരു വിഷമ അവസ്ഥകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങണം. അത് വിജയത്തിലേക്ക് വരും. അത് ജോലിയാവട്ടെ, ബിസിനസ് ആവട്ടെ, പഠിക്കുന്ന കുട്ടികളാവട്ടെ, നമ്മൾ ചെയ്യുന്ന മേഖല എന്തോ ആയിക്കോട്ടെ, അതിലെല്ലാം വിജയത്തിന് ഇടവരുത്തും. അതുപോലെ ഇന്നും നമ്മൾ അവധി ദിവസമാണ്. വീട്ടിൽ നിന്ന് ഓരോ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. വൈകുന്നേര സമയത്താണ് ശരിക്ക് രാവുകാല സമയം വരുന്നത്. രാവുകാലമാണ് യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. രാവുകാലം കലണ്ടറിൽ 4:30 മുതൽ 6 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 4:30 രാവുകാലം. 5:12 രാവുകാലം തുടങ്ങുകയുള്ളൂ. 6:46 വരെ രാവുകാല സമയമുണ്ട്. അതുപോലെ ഇന്നും ഒരു ശുഭകാര്യത്തിന് എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളുണ്ട്. ശരിക്ക് ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും. അതിൽ ഗുളികൻ്റെ സമയം വരുന്നത് 3:38 തൊട്ട് 5:12 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 12:30 തൊട്ട് 2:04 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാതിരിക്കുക. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം തന്നിട്ടുണ്ട്. ശരിക്കും 12:06 തൊട്ട് 12:54 വരെ അഭിജിത്ത് മുഹൂർത്തം 48 നേരമുണ്ട്. ഒരു 4 പോയി 44 അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ വസ്ത്രധാരണം, പുറത്ത് പോകുമ്പോൾ മാത്രമല്ല വീട്ടിൽ നിൽക്കുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റോസ് കളറോ താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ ചുഴികളിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധാരണത്തിൽ ഉൾപ്പെടുത്തുക. വസ്ത്രത്തിൽ ഈ കളറും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് എളുപ്പം വലിച്ചെടുക്കുകയും നമുക്ക് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.